ഹായ് ഗായ്സ്, ഫിലിപ്പൈൻസിൻ്റെ ഒരു അടിപൊളി ഡിഷാണ് ചിക്കൻ അഡോബോ. അത് നമ്മളെ കേരള സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ്, പക്ഷെ നിങ്ങൾ സാധാരണ ചിക്കൻ ആഡ് ചെയ്യായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അതിലോട്ട് സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ആഡ് ചെയ്യണം. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ, ഉപ്പ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. സോയാ സോസ് മാത്രം ആഡ് ചെയ്ത് അതിനൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നമുക്കിത് മാറ്റി വെക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി, ഒരു 8 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഇത് രണ്ടും കൂടി കുനുകുന അരിഞ്ഞത് കേട്ടോ, ചതച്ചിടാൻ പാടില്ല, ഇത് വരണം കേട്ടോ. ഇനി സവാള, ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അടുത്തതായി നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബോൺലെസ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും ഇതിനകത്തിട്ട് ഉപയോഗിക്കാം. ഇവനൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട്. ഞാനൊരു മാഗി ക്യൂബ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അടുത്തായി നമ്മൾ ഉരുളക്കിഴങ്ങ് അതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുരുമുളക്, അതും നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കുറച്ച് എരിവ് വേണ്ടവർക്ക് ലേശം കൂടി കുരുമുളക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എരിവ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ കൂടി അതിനകത്ത് ആഡ് ചെയ്യാം. ഇത് 500 ഗ്രാം ചിക്കനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു സവാള എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് സവാള നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ അതിനകത്ത് ഉപയോഗിക്കാം. അടുത്തായി നമുക്ക് വിനെഗർ ഞാൻ ആഡ് ചെയ്യാണ്. കുറച്ച് അധികം പാടില്ല കേട്ടോ. ഓക്കെ, സോയ സോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ, തിക്കായിട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ചോറിൽ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. നല്ല ചോറ് കൂട്ടിയിട്ട് മതി, വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.